ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓഹരി വ്യാപാരത്തെ പറ്റിയാണ്. എത്ര തരം ഉണ്ട്, വ്യത്യസ്ത തരങ്ങളുണ്ട്, മനസ്സിലാക്കാം നമുക്ക്. റിസ്ക് ടോളറൻസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾസ്, ഈ വക കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഓഹരി നിക്ഷേപമല്ല, ഓഹരി വ്യാപാരം പല രീതിയിലുണ്ട്. അത് ഏറ്റവും നല്ല അപ്രോച്ച് ഏതാണെന്നുള്ളത്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഒന്നോ ഒന്നിലധികമോ രണ്ടോ മൂന്നോ, ഒരു പക്ഷേ ഇതെല്ലാം തന്നെ ചെയ്യാൻ പറ്റിയേക്കാം. അത് പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനിക്കാൻ പറ്റും. പ്രധാനമായിട്ടും സ്വിംഗ് ട്രേഡിങ്, ഇൻട്രാഡേ ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്, ഓപ്ഷൻസ് ട്രേഡിങ്, സ്കാൽപ്പിംഗ്, ഇത്രയും കാറ്റഗറീസ് ആണുള്ളത്. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് എന്താണെന്നുള്ളത്. ഇത് ഈ ഒരു സിസ്റ്റത്തിൽ സാധാരണഗതിയിൽ ബൈ ആണ് ചെയ്യാറുള്ളത്. ബൈ ആൻഡ് ഹോൾഡ് ഫോർ സം ഡേയ്സ്. വാങ്ങി കുറച്ച് നാൾ വെച്ചതിന് ശേഷം ഒരു പക്ഷേ സ്റ്റോക്കിൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ വാങ്ങുന്ന ഒരു സിസ്റ്റമാണ്. വാങ്ങിയതിന് ശേഷം ഹോൾഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് എത്തി കഴിയുമ്പോൾ വിൽക്കുന്നു. അതിന് ഒരു ദിവസം മുതൽ ആഴ്ചകൾ, 2, 3, 4, 5, 6, 7, 8 ആഴ്ചകളൊക്കെ ഒരുപക്ഷെ ഇത് വേണ്ടി വന്നേക്കാം. പലപ്പോഴും സ്വിംഗ് ട്രേഡിങ്ങൾ 1, 2, 3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 4 ആഴ്ച കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ പ്രോഫിറ്റിൽ എത്തിയാൽ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യും, അല്ല എങ്കിൽ ചെറിയ ലോസ് മറ്റോ ബുക്ക് ചെയ്തിട്ട് അത് എക്സിറ്റ് ആവുകയാണ് ചെയ്യാറുള്ളത് സ്വിംഗ് ട്രേഡിങ്ങിൽ. സോ ഒരു മീഡിയം ടൈം, ഷോർട്ട് ടൈം ടു മീഡിയം ടൈം ഫ്ലക്ച്വേഷൻ അടിസ്ഥാനമാക്കിയാണ് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാറുള്ളത്. ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇതിന്റെ ഫീച്ചേഴ്സ്: ഹോൾഡിംഗ് പീരീഡ് ദിവസങ്ങൾ മുതൽ ഏതാനും ആഴ്ചകൾ വരെ മാത്രമാണ് ഇത് ഹോൾഡ് ചെയ്യാറുള്ളത്. ടെക്നിക്കൽ, ഫണ്ടമെന്റൽ അനാലിസിസ് രണ്ടും ചെയ്തിട്ടാണ് പൊസിഷൻസ് എടുക്കാറുള്ളത്. റിസ്ക് മോഡറേറ്റ് ലെവൽ ഉള്ള റിസ്ക് ആണുള്ളത്, കാരണം ഇവിടെ ലിവറേജ് ഒന്നും യൂസ് ചെയ്യാറില്ല. ക്യാഷിലാണ് ട്രേഡിംഗ് നടക്കാറുള്ളത് പൊതുവെ സ്വിംഗ് ട്രേഡിങ്ങിൽ. സോ ഒരു റിസ്ക് റിവാർഡ് തമ്മിൽ ഉള്ള ഒരു ബാലൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേഡേഴ്സിനാണ് ഈ ഒരു സിസ്റ്റം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ മെച്ചം എന്തൊക്കെയാണ്? മെച്ചങ്ങളും ദോഷങ്ങളും ഉണ്ട്. മെച്ചം എന്ന് പറയുമ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ മെച്ചമായിട്ട് ആദ്യം പറയാൻ പറ്റുന്നത് ലോവർ സ്ട്രെസ് ദാൻ ഇൻട്രാഡേ ട്രേഡിംഗ്. ഡേ ട്രേഡിംഗ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യുന്ന ട്രേഡുകളാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിൽ കുറച്ചുകൂടെ ദിവസങ്ങൾ നമുക്ക് കിട്ടും. മാർജിൻ അധികം യൂസ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റിൽ എത്തുന്നത് വരെ വേണമെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ മറ്റൊരു മെച്ചം ഹയർ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ദാൻ ലോങ് ടൈം ഇൻവെസ്റ്റിംഗ്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ മൂവ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് സ്റ്റോക്കിൽ ലാഭം ഉണ്ടാവുന്നില്ല. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മൾ ഒരു അനാലിസിസ് ചെയ്തതിന് ശേഷം ഷോർട്ട് ടൈമിലേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പൊട്ടൻഷ്യൽ, നമ്മുടെ അനാലിസിസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് നമുക്ക് എടുക്കുവാൻ സാധ്യം ആണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ. നമ്മൾ കമ്പ്യൂട്ടറിൽ എപ്പോഴും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നൊരു പൊസിഷൻ നമ്മൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വൺസോ ടോയ്സോ 1, 2 പ്രാവശ്യമൊക്കെ ഓരോ ദിവസവും ചെക്ക് ചെയ്താൽ മാത്രം മതിയായിരിക്കും പൊസിഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളത്. ഇതിന് ചില ദോഷവശങ്ങളുള്ളത്. നമുക്ക് പേഷ്യൻസ് ആവശ്യമാണ്, ക്ഷമയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണം കാര്യങ്ങൾ. ഇത് ഓവർനൈറ്റ് റിസ്ക് ഉണ്ട്. ബൈ ആൻഡ് ഹോൾഡ് ആണ് ഷോർട്ട് ടൈം. അപ്പോൾ തീർച്ചയായിട്ടും രാത്രിയിലൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ, സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം മാർക്കറ്റ് താഴേക്ക് പോയാൽ നമ്മുടെ പൊസിഷനും താഴേക്ക് പോകുന്ന ഒരു റിസ്ക് ഇതിനകത്തുണ്ട്. ഇൻട്രാഡേ ട്രേഡിങ്ങിൽ അത്രയും റിസ്ക് ഇല്ല. സോ ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെന്റ്, അതിന്റെ ആനുകൂല്യം നമുക്ക് എടുക്കുവാൻ ഇത് കഴിയാറില്ല. കാരണം പലപ്പോഴും നമ്മൾ കുറച്ച് നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത് ഇതിൽ. ഇതൊക്കെയാണ് ഇതിന്റെ ദോഷവശങ്ങൾ. അടുത്ത കാറ്റഗറി ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ബൈ ആൻഡ് സെല്ലിംഗ് സ്റ്റോക്സ് വിത്തിൻ ദ സെയിം ട്രേഡിംഗ് ഡേ. ഒരു ട്രേഡിംഗ് ഡേക്കകത്ത് തന്നെ നമ്മൾ ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഷോർട്ടിംഗ് സൈഡിലും ഇത് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം സെൽ ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഷോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുക. അതും ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റും, സ്വിംഗ് ട്രേഡിങ്ങിൽ അത് പറ്റില്ല. സോ ചെറിയ പ്രൈസ് മൂവ്മെന്റിന്റെ ആനുകൂല്യം എടുക്കുക, അതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ കീ ഫീച്ചേഴ്സ്, ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ കീ ഫീച്ചേഴ്സ്: ഏതാനും മിനിറ്റുകൾ മുതൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കാം ഈ ഒരു ട്രേഡ്. പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യാം. രണ്ടാണെങ്കിലും, ലോങ് ആണെങ്കിലും, ഷോർട്ട് ആണെങ്കിലും. ലോങ് മീൻസ് നമ്മൾ ബൈ ചെയ്തിട്ട് സെൽ ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യുന്നതാണ്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം സെൽ ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്യുന്നതാണ് സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട്. അതാണ്
ഷോർട്ടിങ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ആ ഒരു ദിവസം തന്നെ അത് ഫിനിഷ് ചെയ്യണം. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ ഒരു ദിവസത്തെ ട്രേഡിംഗ് അവേഴ്സ് തീരുമ്പോഴേക്കും നമ്മുടെ പൊസിഷൻ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ മാർജിൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലുണ്ട്, പ്രോഫിറ്റബിലിറ്റിയും കൂടുതലുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് ആണ് പ്രധാനമായിട്ടും ഇതിന് യൂസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽസ് ഉപയോഗിക്കാറില്ല. റിസ്ക് ലെവൽ ഹൈ ആണ്, മാർജിൻ ഉപയോഗിക്കുന്നുള്ളത് എന്നുകൊണ്ടാണ് അത് പ്രധാനമായിട്ടും പലപ്പോഴും ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്താണ് ആൾക്കാർ അത് സേവ് ചെയ്യാറുള്ളത്. കാരണം ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് എടുക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക്, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ പറ്റും. ഇതിനുമുണ്ട് ചില പ്രോൺസ്, ചില കോൺസ്, ചില ദോഷവശങ്ങൾ, ചില നല്ല വശങ്ങൾ. ആദ്യത്തേത് നോ ഓവർനൈറ്റ് റിസ്ക് ആണ്. നമ്മൾ ഒരു ദിവസം ട്രേഡിംഗ് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പൊസിഷൻസ് എല്ലാം സ്ക്വയർ ഓഫ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സ് എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മുടെ പൊസിഷൻസ് ബാധിക്കില്ല. കാരണം നമുക്ക് പൊസിഷൻസ് ഇല്ല. ഒരു ദിവസം തന്നെ രാവിലെ ഒരു ട്രേഡ് എടുത്തു, അത് പ്രോഫിറ്റബിൾ ആയി. അത് കഴിഞ്ഞ് വേണേൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അപ്പോൾ വീണ്ടും ചെയ്യാൻ നോക്കുക. അങ്ങനെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം നമ്മുടെ അതേ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട്, അതേ ലിവറേജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരങ്ങൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലുണ്ട്. ഷോർട്ടിങ്ങും ചെയ്യാൻ പറ്റും. സ്വിംഗിൽ പറ്റാത്ത ഒരു കാര്യമാണ് ഷോർട്ടിങ്. അതായത് നമ്മൾ ബിയറിഷ് ആണെങ്കിൽ ആദ്യം വെച്ചിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി സ്കോർ ഓഫ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ ഇതിനൊരു ചില പോരായ്മകളുള്ളത്, നമുക്ക് നിരന്തരം ഈ സ്ക്രീനിൽ നോക്കിയിരിക്കേണ്ടി വരും പൊസിഷൻസ് പോകുന്നത്. അതനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ അതല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ഒക്കെ ചെയ്യേണ്ടി വരും. പല പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയ പ്രോഫിറ്റിലാണ് ചെയ്യുന്നത്. എന്നാലും ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ, ബ്രോക്കറേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഫ്യൂച്ചർ ട്രേഡിംഗ് ആണ്. ഇവിടെ ഒരു സ്റ്റോക്ക് ഒരു നിശ്ചിത വിലയ്ക്ക് ഭാവിയിലെ ഒരു ഡേറ്റിൽ വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ഒരു കരാറിൽ ഇപ്പോൾ ഏർപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഇതിനകത്ത് സ്റ്റോക്ക് ഇൻവോൾവ് അല്ല, ഫ്യൂച്ചറാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ് ആണ് ഫ്യൂച്ചർ. അപ്പോൾ സ്റ്റോക്കിലെ മൂവ്മെന്റ് അതേ രീതിയിൽ 1-for-1 എന്നുള്ള നിലയിൽ ഫ്യൂച്ചറിൽ റിഫ്ലക്റ്റ് ആവും. ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഈ രീതിയിൽ പോകുന്നു, നമുക്ക് തോന്നുന്നുണ്ട് ഈ സ്റ്റോക്ക് ഇവിടുന്ന് താഴേക്ക് പോകും എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഈ വിലയ്ക്ക് വിൽക്കുക എന്നുള്ള, ഒരു 300 രൂപയാണെങ്കിൽ നമ്മൾ ആ 300 രൂപയ്ക്ക് ഒരു ഫ്യൂച്ചർ നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കൊണ്ട് പൊസിഷൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 250 അത് സ്ക്വയർ ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 50 രൂപയാണ്. 50 മൾട്ടിപ്ലൈഡ് ബൈ ക്വാണ്ടിറ്റി. ഫ്യൂച്ചർ എപ്പോഴും ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്ത് പോകാറുള്ളത്. ഒരു 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും സ്റ്റോക്കിന്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്ത് പോകാറുള്ളത് സാധാരണഗതിയിൽ. അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള വളരെ വലിയൊരു പ്രോഫിറ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ട്രേഡ് കറക്റ്റ് ആയതുകൊണ്ട് കിട്ടി. ഇവിടെ നമ്മൾ ചെയ്തത് സ്റ്റോക്ക് കൂടി നിൽക്കുമ്പോൾ നമ്മളുടെ വ്യൂ അത് താഴേക്ക് പോകും എന്നുള്ളതാണ്. വ്യൂ കറക്റ്റ് ആയാൽ മാത്രമാണ് ഈ ട്രേഡ് വർക്കാവുക. ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് സ്പെക്കുലേഷനാണ്. മറ്റൊന്ന് ഹെഡ്ജിങ് ആണ്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യാഷ് പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ ആ സ്റ്റോക്ക് നമ്മൾ ഒരിക്കലും വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല, ലൈഫ് ടൈം ഹോൾഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാരണത്താലും മറ്റും നമ്മൾ കുറച്ച് കാലം കൂടെ ആ സ്റ്റോക്ക് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആ സ്റ്റോക്ക് താഴേക്ക് പോകും എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അതിൻ്റെ ഒരു ഫ്യൂച്ചർ, ഒരു പക്ഷേ 3 മാസത്തെ എക്സ്പയറി ഫ്യൂച്ചർ പൊസിഷൻസ് ഉണ്ടാവും. കറന്റ് മന്ത്, നെക്സ്റ്റ് മന്ത്, അതായത് ഫ്രണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫോർ മന്ത്, ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ച് എത്ര കാലമാണോ നമുക്ക് ആവശ്യം ആ ഒരു സിസ്റ്റം മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഫ്യൂച്ചർ അവിടെ നമുക്ക് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊസിഷൻ അവിടെ സേഫായി. അതായത് അതിനെ ഹെഡ്ജിങ് എന്ന് പറയും. നമ്മൾ പൊസിഷൻ സേഫ് ആകും. കാരണം ഫർദർ സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ താഴേക്ക് പോയാൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള നഷ്ടം നമുക്ക് ഫ്യൂച്ചർ വഴി തിരിച്ചു കിട്ടും. കാരണം ഫ്യൂച്ചർ ഹൈ പ്രൈസിന് ഷോർട്ട് ചെയ്തു, കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് വാങ്ങിക്കൊണ്ട് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്ന നഷ്ടം നികത്തപ്പെടുകയും ചെയ്യും. അതാണ് ഹെഡ്ജിങ്. ഒരു സ്ട്രാറ്റജി, ഹെഡ്ജിങ്ങിൻ്റെ ഒരു ലെവൽ മാത്രമാണത്. ഫ്യൂച്ചറിൻ്റെ യൂസ് ഇതാണ്. ഒന്ന് സ്പെക്കുലേഷൻ, മറ്റൊന്ന്
ഹെഡ്ജിങ്. ഇത് രണ്ടുമാണ് ഫ്യൂച്ചറിന്റെ പ്രധാനപ്പെട്ട യൂസ്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് ഡേയ്സ് ടു മന്ത്സ്. ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇൻട്രാഡേ പോലും ചെയ്യാറുണ്ട്. എന്നാലും ഒരു ദിവസം അല്ല 2 ദിവസം അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസം വരെ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. അറ്റ് എ ടൈം ഒരു സമയത്ത് 3 മാസം വരെ സ്റ്റോക്കിന്റെ ഫ്യൂച്ചേഴ്സ് അവൈലബിൾ ആണ്. ഇൻഡെക്സിന്റെ ഒക്കെ ഫ്യൂച്ചേഴ്സ്, നിഫ്റ്റിയുടെ ഒക്കെ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ വർഷങ്ങളോളം അവൈലബിൾ ആണ്. നമ്മളിവിടെ സ്റ്റോക്കിന്റെ കാര്യങ്ങളാണ് ഞാൻ സാധാരണ ഡിസ്കസ് ചെയ്യാറുള്ളത്. സ്റ്റോക്കിന്റെ കേസിൽ 3 മാസത്തെ അവൈലബിൾ ആണ്. പക്ഷെ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അടുത്ത ഓരോ മന്ത് എക്സ്പയർ ആകുന്നതനുസരിച്ച് പുതിയൊരു മന്ത് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4 മന്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പൊസിഷൻ റോൾ ഓവർ ചെയ്ത് മാറ്റാനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട്. ഈ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിന് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണം, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യണം. പൂർണ്ണമായിട്ടും രണ്ടും അറിഞ്ഞിരിക്കണം. ലിവറേജ് ഇൻവോൾവ് ആണ്. ഇപ്പോൾ 8 ലക്ഷം രൂപയുടെ ഒരു സ്റ്റോക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മിക്കവാറും ഒരു 2 ലക്ഷം രൂപ നമ്മുടെ കൈ മതിയായിരിക്കും. അപ്പോൾ 8 ലക്ഷം രൂപയുടെ ഒരു 10% എന്ന് പറയുമ്പോൾ 80,000 രൂപ. 80,000 രൂപ 10% സ്റ്റോക്ക് മൂവ് ആകുമ്പോൾ നമുക്ക് കിട്ടും. അതിന് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പിന്നെ ക്യാപിറ്റൽ വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ 2 2.5 മാക്സിമം 3 ഒക്കെ വെച്ചാൽ അപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് 80,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അതൊക്കെ വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഇതിനകത്ത് ഉണ്ട്. റിസ്ക് ലെവൽ പക്ഷേ അതനുസരിച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഐഡിയൽ ഫോർ എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സിന് മാത്രമാണ് ഫ്യൂച്ചേഴ്സ് അഡ്വൈസ് ചെയ്യപ്പെടാറുള്ളത്. കാരണം റിസ്ക് ഈസ് വെരി ഹൈ, ലിവറേജ് ഉണ്ട്. ലിവറേജിൻ്റെ കാര്യങ്ങൾ ഒപ്പം സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അഡ്വാൻസ്ഡ് ട്രേഡേഴ്സിനുള്ളത്. ഇതിനകത്ത് പ്രോസ് ആൻഡ് കോൺസ്. ഒന്ന്, ലിവറേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭം കിട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഹെഡ്ജിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഹെഡ്ജിങ് ആണ് ചെയ്യുന്നതെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ എക്സാമ്പിളിലെ കേസാണെങ്കിൽ അവിടെ നമുക്ക് നഷ്ടം ഉണ്ടാവുന്നില്ല. കാരണം നമ്മുടെ പൊസിഷൻ ഓൾറെഡി പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മൾ ഹെഡ്ജ് ചെയ്തത്. ഹെഡ്ജ് ചെയ്യാനുള്ള കാരണം മറ്റെന്തെങ്കിലും ആവാം. സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല ആ സമയത്ത്. ലിവറേജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ പോലെ തന്നെ ലിവറേജ് കൊണ്ട് ലാഭം മാത്രമല്ല നഷ്ടം ഉണ്ടാവാറുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള മാർക്കറ്റിലെ അറിവ് നമുക്ക് ആവശ്യമാണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ ഏർപ്പെടുവാൻ. അതാണ് ഇതിൻ്റെ ഒരു ദോഷവശം. തുടക്കക്കാർക്ക് പഠിച്ചിട്ട് മാത്രം ചെയ്യാം. അടുത്ത കാറ്റഗറിയാണ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് ഒരു റൈറ്റ് കിട്ടും. കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. ഒരു നിശ്ചിത വിലയ്ക്ക് ആ അണ്ടർലൈൻ സ്റ്റോക്ക് വാങ്ങുവാനുള്ള റൈറ്റാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. വാങ്ങുവാനുള്ള റൈറ്റ് കിട്ടുമ്പോൾ അതിനർത്ഥം സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോഴാണ് ഒരു വ്യക്തി, അല്ലെങ്കിൽ മുകളിലേക്ക് പോകും എന്ന് തോന്നിയാൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ അദ്ദേഹം വില്ലിങ് ആവേണ്ടത്. ഹെഡ്ജിങ്ങിന്റെ കാര്യമല്ല പറയുന്നത്, സ്പെക്കുലേഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകും എന്ന് തോന്നിയാൽ അദ്ദേഹം അതിന്റെ ഒരു കോൾ ഓപ്ഷൻ എവിടെ വരെ പോകുമോ അതനുസരിച്ച് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി. കോൾ ഓപ്ഷനെ പറ്റിയൊക്കെ വിശദമായ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. അതനുസരിച്ച് അദ്ദേഹം വാങ്ങുകയും അങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ച കൂട്ട് സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു കോൾ ഓപ്ഷനിൽ ഇൻ ദ മണി ആയിട്ട് മാറുകയും അദ്ദേഹത്തിന് ആ സ്ട്രൈക്കിന് ഈ സ്റ്റോക്ക് വാങ്ങുവാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യും. ഈ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ താഴ്ന്ന വിലയാണ്, പക്ഷേ സ്റ്റോക്ക് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത്രയുള്ള വ്യത്യാസം, ആ ഒരു വ്യത്യാസത്തിന്റെ ലാഭം വളരെ ചെറിയ ഒരു വിലയ്ക്ക് അദ്ദേഹം നേടിയെടുക്കുകയാണ് ചെയ്യുക, കോൾ ഓപ്ഷൻ വാങ്ങിയ ആൾ. അതുകൊണ്ടാണ് ഇതൊരു ലിവറേജ്ഡ് പ്രോഡക്റ്റാണ്. അപ്പം കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരം കവർ ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസിന്റെ പ്രോഫിറ്റ് ഫുള്ളായിട്ട് ഈ ഓപ്ഷൻ വാങ്ങിയാൽ കിട്ടും. അതിനകത്തുനിന്ന് മൈനസ് പ്രീമിയം എത്ര കൊടുത്തിട്ടുണ്ടോ അത് മാത്രമേ അദ്ദേഹത്തിന് നഷ്ടമാവുന്നുള്ളൂ. ബാക്കി ഉള്ള അഡീഷണൽ പൈസ എല്ലാം അദ്ദേഹത്തിന് കിട്ടും. ഇതാണ് ഓപ്ഷൻസിന്റെ ഒരു വർക്കൗട്ട്. ഇതേപോലെ തന്നെ തിരിച്ച് പുട്ട് ഓപ്ഷനാണ് വാങ്ങുന്നതെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകും എന്നുള്ള ഒരു കരുതലിലാണ് അദ്ദേഹം പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്. സ്റ്റോക്ക് താഴേക്കാണ് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു ഏത് സ്ട്രൈക്കിനാണോ ആ പുട്ട് വാങ്ങിയത് ആ പുട്ടിന് ഇത് വിൽക്കുവാനുള്ള അധികാരമുണ്ട്. അവിടെ അദ്ദേഹം വിറ്റിട്ട് താഴ്ന്ന വിലയ്ക്ക് വാങ്ങും. അതായത് ഇതൊരു ഷോർട്ടിങ് പോലെ വർക്ക് ചെയ്യും. ഇത് ലോങ്ങിന്റെ ഇഫക്റ്റാണ്. ഇവിടെ ഷോർട്ടിന്റെ ഇഫക്റ്റാണ്. കൂടിയ വിലയ്ക്ക് വിറ്റിട്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സിസ്റ്റം. അവിടെയും പ്രോഫിറ്റബിൾ ആണ് സ്റ്റോക്ക് താഴേക്ക് പോയാൽ മാത്രം. സോ അദ്ദേഹത്തിന് ആ ഒരു റൈറ്റ് ആണ് ഓപ്ഷൻ വാങ്ങുന്ന ആൾക്കുള്ളത്. ഇതിന്റെ കീ ഫീച്ചേഴ്സ്, ഇതും ദിവസങ്ങൾ മുതൽ
മാസങ്ങളോളം ഹോൾഡ് ചെയ്യാൻ പറ്റും. 3 മാസമാണ് ഏറ്റവും കൂടിയ പീരീഡ് ഒരേ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, ഇങ്ങനെ. പിന്നെ ഇവിടെയും പിന്നെ ഓപ്ഷൻ വാങ്ങുന്ന ഒരാൾക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറവാണ്. കാരണം പ്രീമിയം ഒക്കെ അദ്ദേഹത്തിന് ട്രേഡ് വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്രീമിയം പൂർണ്ണമായിട്ടും പൂജ്യത്തിൽ പോവുകയും അത് നഷ്ടത്തിലെത്തുകയും ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും ഒരു പൊസിഷൻ എടുക്കാം. പക്ഷെ ഓപ്ഷൻ സെൽ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുള്ളത്. പലപ്പോഴും പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് എ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്ക് കൂടുതലും ബൈ ചെയ്യുന്നവർക്ക് കുറവുമാണ്. ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യണം. ഇത് ഫ്യൂച്ചറിനേക്കാൾ ഒരു പടി കൂടെ കടന്നിട്ടുള്ള എക്സ്പെർട്ടൈസ് ഇതിനകത്ത് ആവശ്യമാണ്. റിസ്ക് ലെവൽ സ്ട്രാറ്റജി അനുസരിച്ച് കൂടിയ റിസ്ക് ഉണ്ട്, കുറഞ്ഞ റിസ്ക് ഉണ്ട്. ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ മാക്സിമം ക്യാപിറ്റലാണ് അവിടുത്തെ റിസ്ക്. ഓപ്ഷൻ സെൽ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്യൂച്ചറിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള റിസ്ക് അവിടെ ഉണ്ട്. ഒരു ഫ്യൂച്ചർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ വിൽക്കുമ്പോൾ എത്രമാത്രം റിസ്ക് ഉണ്ടോ അത്രയും റിസ്ക് കോൾ ഓപ്ഷൻ വിൽക്കുമ്പോഴും പുട്ട് ഓപ്ഷൻ വിൽക്കുമ്പോഴും ഉണ്ട് സെല്ലറുടെ സൈഡിലേക്ക്. ഇത് ഐഡിയലായിട്ട് ആർക്കാണ് ഇത് ചെയ്യാൻ സാധ്യമാകുക? ഹെഡ്ജിങ്ങിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് ചെയ്യാം, അത് കുറച്ച് സേഫാണ്. പക്ഷേ സ്പെക്കുലേറ്റിംഗിലേക്ക് വരുമ്പോൾ റിസ്ക് ആണ്. അറിയാവുന്നവർ മാത്രം ചെയ്യുക. ജനറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. കോൾ ഓപ്ഷൻസ്, കവേർഡ് കോൾ അല്ലെങ്കിൽ കവേർഡ് പുട്ട് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റാർഡ്, എൻകൗണ്ടർ, ഇങ്ങനെ കുറേ അനവധി സ്ട്രാറ്റജികളുണ്ട്. ഇതൊക്കെ ഇൻകം ജനറേറ്റിംഗ് ആണ്. അത് ആ കാറ്റഗറിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ചെയ്യാം. ഇതിനും ചില ദോഷവശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. എഫക്റ്റീവായിട്ട് റിസ്ക് ഹെഡ്ജ് ചെയ്ത് സേഫ് ആക്കി മാറ്റാൻ പറ്റും നമ്മുടെ പൊസിഷൻസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ്. ലിവറേജ് ഉള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ ക്യാപിറ്റൽ ഉപയോഗിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഓപ്ഷൻ വാങ്ങുന്നവർക്കുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുന്നതനുസരിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് അല്ലെങ്കിൽ പിന്നെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിലൊക്കെ നമുക്ക് ഓപ്ഷൻസ് പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ചില ഓപ്ഷൻസ് പക്ഷേ ഇതിനൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പഠനം ആവശ്യമാണ്. അപ്പോൾ അത് ചെയ്ത് പഠിക്കുകയും വേണം. തിയറി പ്ലസ് പ്രാക്ടിക്കലിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ലൊരു ഓപ്ഷൻ സ്ട്രാറ്റജി ലെവലിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. പിന്നെ ഓപ്ഷൻസ് വാങ്ങി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന ലെവലിന് മുമ്പ്, ആ ടൈമിന് മുമ്പ് ആ ഒരു പൊസിഷൻ അവിടെ വരെ എത്തിയില്ല എങ്കിൽ ആ ഓപ്ഷനെല്ലാം എക്സ്പയർ ആവും. അത് ക്യാപിറ്റൽ 0 വരെ എത്തും. അതായത് ക്യാപിറ്റൽ ഫുള്ള് നഷ്ടപ്പെടും ഓപ്ഷൻ വാങ്ങുന്നവർക്ക്. മറ്റൊരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ്. ഇവിടെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് വളരെ വലിയ വോള്യൂം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ പ്രോഫിറ്റ് എടുത്ത് മാറുന്ന രീതിയാണ് സ്കാൽപ്പിംഗ്. ഒരുപാട് ട്രേഡുകൾ, 100 കണക്കിന് ട്രേഡുകൾ പോലും ഒരു ദിവസം ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാപിറ്റൽ അതുപോലെ വലുത് വേണം, എക്സ്പീരിയൻസും അതുപോലെ വലുത് വേണം. സെക്കൻഡുകൾ തൊട്ട് മിനിറ്റുകൾക്കുള്ളിൽ ട്രേഡുകൾ ഇവിടെ ഫിനിഷ് ആവും. സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ആവും. സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് മാറും, അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ. റിയൽ ടൈം പ്രൈസ് ആക്ഷൻ ആണ് ഇവിടുത്തെ അനാലിസിസ്. മറ്റ് ടെക്നിക്കൽ അനാലിസിസിനേക്കാൾ ഉപരി റിയൽ ടൈം മാർക്കറ്റിൽ എന്ത് നടക്കുന്നോ, പ്രൈസ് എവിടെയാണ്. കാരണം മിക്കവാറും നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് നമ്മുടെ പ്രൈസ് മാർക്കറ്റ് പ്രൈസിന് അടുത്ത് തന്നെയുള്ള ഒരു പ്രൈസ് ആയിരിക്കും. ചെറിയ ഡിഫറൻസിൽ തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, കാരണം ബൾക്കായിട്ടാണ് ചെയ്യുന്നത്. റിസ്ക് ലെവൽ വളരെ ഹൈ ആണെന്നാണ് പറയുക. കാരണം ഒരു ദിവസം നമ്മളുടെ പൊസിഷന്റെ വോള്യൂം വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ വോള്യൂം വലുതായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു മൂവ്മെന്റ് അങ്ങോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും ട്രിഗർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ വലിയ രീതിയിലുള്ള നഷ്ടം വരാനുള്ള ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ള ട്രേഡേഴ്സിന് ഇത് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ആദ്യം ചെയ്യേണ്ട സ്ട്രാറ്റജികളല്ല. അത് നല്ലൊരു എക്സ്പീരിയൻസിന് ശേഷം മാത്രം കടന്നു വരേണ്ട ഒരു മേഖലയാണ് സ്കാൽപ്പിംഗ്. ഇതിനും ചില ദോഷവശങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം 100 കണക്കിന് 300 കണക്കിന് ട്രേഡുകളിൽ പ്രോഫിറ്റ് എടുക്കുവാനുള്ള അവസരം ഒരേ ക്യാപിറ്റൽ ഉപയോഗിച്ച് ചെയ്യുവാൻ സ്കാൽപ്പിങ്ങിൽ പറ്റും. വളരെ വലിയ രീതിയിലുള്ള മൂവ്മെന്റുകൾ, അതിൽ നമ്മുടെ എക്സ്പോഷർ കുറവായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും അങ്ങനെ എപ്പോഴും ആ ഒരു ബുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ്, വീണ്ടും പുതിയ പൊസിഷൻ ഇടുന്നു, അതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക.
മറ്റൊരു പ്രശ്നം ഇതിനകത്തുള്ളത് ഒരുപാട് ട്രേഡുകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ കൂടുതലായിരിക്കും. പിന്നെ ഫുൾ ടൈം നമ്മൾ സ്ക്രീനെ നോക്കി തന്നെ ഇരിക്കേണ്ട ഒരു സിസ്റ്റമാണ്. ചില അൽഗോ ട്രേഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കവർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്രീനെ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് നല്ലൊരു സ്ട്രാറ്റജി ഏതാണ് എന്നുള്ളത് നമ്മളുടെ അറിവും റിസ്ക് എടുക്കുവാനുള്ള നമ്മളുടെ ആ ഒരു ടേസ്റ്റും അനുസരിച്ച്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. തുടക്കക്കാരാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ആണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ ഇൻട്രാഡേയും ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസ് ട്രേഡിങ്ങിലും ഒക്കെ അവർക്ക് കടന്നു വരാൻ പറ്റും. അതിനുശേഷമായിരിക്കാം ഒരുപക്ഷെ സ്കാൽപ്പിംഗ് നല്ലത്. നല്ല വോളിയത്തിൽ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. നഷ്ടം വന്നു കഴിഞ്ഞാലും അത് ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആവശ്യമാണ്. പിന്നെ ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ അഡീഷണൽ ആയിട്ടുള്ളത് വളരെ വലിയ ലിവറേജ് യൂസ് ചെയ്യുന്നതുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് പഠിച്ചിരിക്കണം. അത് ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങിൽ മാത്രമല്ല, ഓപ്ഷൻസ് ട്രേഡിങ്ങിലും റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്. സെല്ലർ സൈഡിൽ ഓപ്ഷൻ സെൽ ചെയ്യുന്നതും ഫ്യൂച്ചർ സെല്ല് ചെയ്യുന്നതും ഫ്യൂച്ചർ ബൈ ചെയ്യുന്നതും ഒരേ രീതിയിലുള്ള റിസ്ക് ഉള്ള ഐറ്റംസ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.